ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോയാൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോവാതെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവിൽ നമുക്കിന്ന് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ദേ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി ഒന്ന് നുറുക്കി അരിഞ്ഞതും അതോടൊപ്പം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടി വന്നാൽ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് അതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പൊടിക്ക് കണക്കായിട്ട് 1.25 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അടച്ച് വെച്ച് നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ തിളച്ച് വരണം. ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവ് അങ്ങ് സിമ്മിലേക്കാക്കി വെച്ചിട്ട് വേണം. പൊടി ഒരുമിച്ചിടാൻ പാടില്ല, കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കി എടുക്കണം. അത് ഇതുപോലെ നമ്മൾ ഇളക്കുന്ന ആ തവിയുടെ ചുവട് വശം വെച്ച് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ പൊടി ഒട്ടും കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും. ഇതുപോലെ പൊടിയപ്പം മുഴുവനായിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒഴിച്ച ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് റവപ്പൊടിയാണ്, അതിന് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം എലൈറ്റിൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കങ്ങ് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വരെ ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റവയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കട്ടകളെല്ലാം ഉടച്ച് ഇളക്കി കൊടുത്താൽ നല്ല സോഫ്റ്റായ ഉപ്പുമാവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഉപ്പുമാവ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാനിടുന്ന ഈ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.